മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളി. തിങ്കളാഴ്ച രാഹുൽ മേൽക്കോടതിയെ സമീപിക്കും. ഇന്നലെ അടച്ചിട്ട കോടതി മുറിയിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ജാമ്യാപേക്ഷ വിധി പറയാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യം കോടതി തള്ളി. ജാമ്യം നിഷേധിച്ചുള്ള കോടതിയുടെ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിഭാഗം പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിക്കും. വൈകിട്ടോടുകൂടി ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അന്വേഷണം പൂർത്തിയാകാത്ത ഘട്ടത്തിൽ രാഹുലിന് ജാമ്യം നൽകിയാൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ വാദിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കുമെന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്തുമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം മജിസ്ട്രേറ്റ് മുഖവിലക്കെടുത്തു. പ്രതി ജനപ്രതിനിധിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മുങ്ങില്ല എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് അംഗീകരിച്ചില്ല. ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാവേലിക്കര ജയിലിലാണ്. കോടതി നടപടികൾ നീണ്ടുപോയാൽ രാഹുലിന്റെ കാലാവധിയും നീളും. ജില്ലാ കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരിക്കും രാഹുലിന്റെ ഭാവി സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.